റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിൽ ഒരു പരിപാടി കാണിക്കുന്നതിന് റംഗൂൺവാലയ്ക്ക് അവസരം ലഭിക്കുന്നു. സ്കൂൾ അധികൃതരുടെ നിർബന്ധപ്രകാരം ദ വാനിഷിംഗ് ബ്യൂട്ടി എന്ന ഐറ്റം കാണിക്കാൻ അയാൾ തയ്യാറാകുന്നു. ഈ ഐറ്റം കാണിക്കുന്നതിന് റംഗൂൺവാലയെ സഹായിക്കുന്നത് അയാൾ താമസിക്കുന്ന കോളനിയിൽ തന്നെയുള്ള ശ്രീദേവി എന്ന പെൺകുട്ടിയാണ്. അങ്ങനെ സ്കൂളിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി റംഗൂൺവാലയും സംഘവും റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിൽ എത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ താമസിക്കുന്ന കോളനിയിൽ ഒരു കള്ളൻ എത്തുന്നത്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കള്ളൻ ഓടിക്കയറുന്നതാകട്ടെ മജീഷ്യന്റെ വീട്ടിൽ. കാര്യങ്ങളുടെ സത്യാവസ്ഥ റംഗൂൺവാലയെ പറഞ്ഞു മനസ്സിലാക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മജീഷ്യൻ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ന് പോകുന്നില്ലല്ലോ, പട്ടിണി കിടക്കണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഓ, വലിയ ഉപകാരം. യുദ്ധം തീർന്നിട്ട് കാലത്ര അറിഞ്ഞില്ലേ? യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ. അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? ഞാനാണ് സാർ. കള്ളൻ ഇതാ. അയ്യോ എടാ ചതിയ ദ്രോഹി തെണ്ടി വഞ്ചക നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അയ്യോ, എന്നെ ഇടിക്കരുത്. അയ്യോ അയ്യോ. ആ കോളനിയിലെ കേടിയാണ് കീനേരി അച്ചു. ഏതാണ്ട് ആ സമയത്താണ് അച്ചു ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ജയിലിൽ നിന്ന് അയാൾ നേരെ എത്തുന്നത് കോളനിയിലേക്കാണ്. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച കോളനിയിലുള്ളവരോട് പകരം ചോദിക്കുക എന്നതായിരുന്നു അയാളുടെ വരവിന്റെ ഉദ്ദേശം. മാമുക്കോയെയാണ് കീനേരി അച്ചുവായി സ്ക്രീനിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയവും മികച്ചതുമായ ഒരു വേഷമായിരുന്നു കീനേരി അച്ചുവിന്റേത്. അതേടാ കീനേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുരലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ എടാ, അത്യാവശ്യം പരിപാടികൾ, ആളുകളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണങ്ങൾ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതിനിടെയാണ് അവർ വാനിഷിംഗ് ബ്യൂട്ടി എന്ന ഐറ്റം വീണ്ടും കാണിക്കുന്നത്. ഇക്കുറിയും അതവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് പിന്നീടുള്ള കഥയുടെ ഭാഗങ്ങൾ. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ റംഗൂൺവാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. അങ്ങനെ അവരുടെ കൂട്ടത്തിലെത്തുന്ന ആ പെൺകുട്ടി അവരോട് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അവർ അതത്ര കാര്യമാക്കുന്നുമില്ല. അങ്ങനെയിരിക്കെ അവർക്ക് ഒരു പുതിയ ബുക്കിംഗ് ലഭിക്കുന്നു. നിറയെ പണവും കൂടുതൽ അഡ്വാൻസും ലഭിക്കുന്ന ഒരു ബുക്കിംഗ്. പക്ഷെ പരിപാടി നടത്താൻ അവിടെ ചെന്നപ്പോൾ അവിടെ അവർ കണ്ടത് അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമായിരുന്നില്ല. അങ്ങനെ വലിയൊരു തുക മോഹിച്ച് അവർ സുജാതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷണത്തിൽ അവരെ സഹായിക്കുന്നത് പഴയ കേടി കീനേരി അച്ചുവാണ്. അവൾ നഗരത്തിൽ ഉണ്ടെന്ന വിശ്വാസത്തിൽ അവർ ആ നഗരത്തിന്റെ മുക്കും മൂലയും അരിച്ചു പറക്കുന്നു. അവസാനം അവൾ ജോലി ചെയ്യുന്ന പത്രം ഓഫീസിൽ നിന്ന് അവളെ അവർ കണ്ടെത്തി. ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞ് അവിടെ നിന്ന് അവളെ അവർ ജാഫറിന്റെ കൈകളിലെത്തിച്ചു. പക്ഷെ അവളെ കയ്യിൽ കിട്ടുന്നതോടെ അവരോടുള്ള വാക്ക് പാലിക്കാതെ അയാൾ അവിടെ നിന്ന് അവളെയും കൊണ്ട് യാത്രയായി. ഞാൻ പോയിക്കോട്ടെ? അല്ല, അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം. ഇന്ന് എന്റെ പുറന്നാണ്. ഇത് സംഗതി നിങ്ങളെ കല്യാണം പ്രാന്തൊന്നുമല്ല കേട്ടോ. ആ ജാഫറിന് എനിക്കറിയാം. ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാൽ മതി. കാര്യങ്ങളിൽ എന്തോ പന്തികേട് തോന്നിയ രാജുവും റംഗൂൺവാലയും അച്ചുവും ആ സംഘത്തെ പിന്തുടരുകയും ഒരു സംഘടനത്തിലൂടെ സുജാതയെ അവരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ച് സുരക്ഷിതമായ മറ്റൊരു സങ്കേതത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ അവരോട് അവളുടെ കഥ പറയുന്നു. അവളുടെ വെളിപ്പെടുത്തലുകൾ ഇക്കുറി ഞെട്ടിച്ചത് രാജുവിനെയും റംഗൂൺവാലയുമായി. താൻ ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അവയവ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ മരിച്ചുപോയ സുഹൃത്തായ ശ്യാമയുടെ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സുജാത, ശ്യാമ ശേഖരിച്ചു വെച്ചിരുന്ന തെളിവുകളുമായി ആ നാട് വിടുന്നു. തെളിവുകളെല്ലാം സുജാതയുടെ കൈകളിലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ.
അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന റംഗൂൺവാലയും രാജുവും സുജാതയോടൊപ്പം ചേരുന്നു. സുജാത തെളിവുകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ലോക്കറിന്റെ താക്കോൽ സുജാതയുടെ വീട്ടിൽ പോയി രാജു വാങ്ങുന്നു. തെളിവുകളുമായി പുറത്തിറങ്ങുന്ന സുജാതയെ കാത്ത് ജാഫറും സംഘവും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൈകളിൽ ആ തെളിവ് അകപ്പെടാതെ അതിസാഹസികമായി രാജു അത് കൈക്കലാക്കുന്നു. പോലീസിന്റെ കൈകളിൽ ആ തെളിവുകൾ എത്തിയാൽ പീറ്റർലാലും സംഘവും അവരെ സ്വാധീനിച്ച് ആ തെളിവുകൾ കൈക്കലാക്കുമെന്ന് പേടിച്ച രാജു സാധാരണക്കാർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ചിരുന്ന നീതിമേളയിൽ ആ തെളിവുകൾ ഹാജരാക്കി. ചിത്രം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നതും ഇവിടെ വെച്ചാണ്. അങ്ങനെ പീറ്റർലാലും സംഘവും ഇരുമ്പഴിക്കുള്ളിലാകുന്നു. റംഗൂൺവാലയും രാജുവും കുറച്ചുകൂടി വിപുലമായ മാജിക്കിലേക്ക് ഇറങ്ങുന്നതോടെ കൺകെട്ട് എന്ന മനോഹരമായ കൊച്ചു ചിത്രം പൂർത്തിയാകുന്നു. വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നുമില്ലാതെ വളരെ രസകരമായി പ്രേക്ഷകരെ ഒട്ടും മുഷിപ്പിക്കാതെ വ്യത്യസ്തമായൊരു കഥ പറഞ്ഞ ചിത്രമായിരുന്നു കൺകെട്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ താരനിര ഒന്നുമില്ലാതിരുന്നിട്ടും ഈ ചിത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. പനോരമയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു മികച്ച ചിത്രവുമായി വീണ്ടും കാണാം. Till then, it's Mridul signing off. Goodbye.